വഴക്കുണ്ടാക്കണം, നല്ലോണം വഴക്കുണ്ടാക്കണം. ചില മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ, ഇനി ഞാൻ ഒരിക്കലും വരില്ല, നിർത്തി, എനിക്ക് മടുത്തു, പഴയ പോലെ കേട്ടോ, ഇതെൻ്റെ ലാസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മളെടുത്ത് ഒഴിഞ്ഞു പോയി ആകെ അലമ്പായി കുറച്ച് കഴിയുമ്പോൾ വളരെ ഗൗരവത്തിലൊക്കെ വന്ന് ചെറിയ ചോദ്യങ്ങളൊക്കെ ആയി വന്നിട്ട് നമ്മളോട് ഇടപഴകാൻ നോക്കുന്നത് ശ്രദ്ധിച്ചില്ല. എന്ത് രസമാണല്ലേ അങ്ങനത്തെ ബന്ധങ്ങളൊക്കെ. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത്, ഈ തർക്കങ്ങൾ സംഭവിക്കുമ്പോഴേ ചില ആൾക്കാർക്ക് മറുപടി ഉണ്ടാവും, പക്ഷെ അത് പറയാൻ ഭയങ്കര പേടിയായിരിക്കും. ഈ ബന്ധം തകർന്നു പോകും, അയാൾ എന്നോട് എന്തെങ്കിലും പറയും, അവൾ എന്നെ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുമോ അല്ലെങ്കിൽ വിട്ടു പോകുമോ എന്നൊക്കെ പേടിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറയാതെ അത് മനസ്സിലേക്ക് സപ്രസ് ചെയ്ത് ലാസ്റ്റ് ഉള്ളിൽ പൊട്ടിത്തെറിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. ഒരാളോട് ഭയമില്ലാതെ സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഒരാളെങ്കിലും നമുക്ക്, അതായത് ഉപാധികളില്ലാതെ വഴക്കുണ്ടാക്കാൻ അല്ലെങ്കിൽ തിരിച്ചു വരുന്ന ഉറപ്പുള്ള ഒരാളെങ്കിലും ലൈഫിൽ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടില്ലേ, ഈ സ്നേഹിക്കാനും തലോടാനും ഉള്ള ഒരു അവകാശം പോലെ തർക്കിക്കാനും മിണ്ടാതിരിക്കാനുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് എന്നുള്ളത്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ പോകണം. ഈ തർക്കിക്കുമ്പോൾ തന്നെ ഒരാളുടെ സെൽഫ് എസ്റ്റീം തകർക്കുന്ന, അല്ലെങ്കിൽ ആത്മാഭിമാനത്തെ അല്ലെങ്കിൽ സ്വന്തം വീര്യത്തെ തകർക്കുന്ന രീതിയിൽ നമ്മൾ ഷൗട്ട് ചെയ്യുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ പൊളിച്ചും കൊണ്ടിരിക്കുക എന്നുള്ള ബോധം നമുക്ക് വേണം.